വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷയെ ചൊല്ലിയുള്ള വാർത്തകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിക്കെതിരെയുള്ള പ്രധാനമന്ത്രിയുടെ രൂക്ഷ വിമർശനം പരിഭാഷ ചെയ്തപ്പോൾ മാറിപ്പോയതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രോളുകളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ എല്ലാവരും അഭിനന്ദിക്കുമ്പോഴും പരിഭാഷകന്റെ വിവർത്തനം ഒട്ടും നിലവാരമില്ലാത്തതാണെന്ന വ്യാപക വിമർശനമാണ് ഉയരുന്നത്. അതേസമയം പരിഭാഷകനെ നിശ്ചയിച്ചത് സംസ്ഥാന സർക്കാരാണെന്ന ആരോപണവുമായി BJP രംഗത്ത് വന്നിട്ടുണ്ട്. നിറഞ്ഞ സദസ്സിലാണ് പരിപാടിയുടെ ഗൗരവം കെടുത്തിയ പരിഭാഷയുണ്ടായത്. നിരവധി പിഴവുകളാണ് പരിഭാഷയിൽ വന്നത്. മുഖ്യമന്ത്രിയും ശശി തരൂരിനെയും വേദിയിലിരുത്തി ഇന്ത്യ മുന്നണിക്കെതിരെയുള്ള പ്രധാനമന്ത്രിയുടെ വിമർശനം കൂട്ടച്ചിരിക്കും കാരണമായിട്ടുണ്ട്. ഇന്ത്യ അലയൻസ് എന്ന് മോദി പറഞ്ഞത് എയർലൈൻസ് എന്നാണ് റിട്ടയർഡ് ഹിന്ദി അധ്യാപകനായ പരിഭാഷകൻ പള്ളിപ്പുറം ജയകുമാർ കേട്ടത്. അതാണ് കൂട്ടച്ചിരി ഉയർത്താൻ കാരണമായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ ശക്തനായ തൂണാണ്. ശശി തരൂരും വേദിയിലിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ചടങ്ങ് പല ആളുകളുടെയും ഉറക്കം കെടുത്തുമെന്നായിരുന്നു മോദി പറഞ്ഞത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തുമെന്നാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. എന്നാൽ വിവർത്തകൻ കേട്ടത് മറ്റൊന്നായിരുന്നു. എയർലൈൻസ് എന്ന് കേട്ട വിവർത്തകൻ പ്രധാനമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് പിന്നീട് പറഞ്ഞത്. നമ്മുടെ എയർലൈൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണമെന്നാണ് പരിഭാഷകനായ ജയകുമാർ മലയാളത്തിൽ പറഞ്ഞത്. പ്രസംഗം പെട്ടെന്ന് എയർലൈൻസിലേക്ക് വഴിമാറിയത് സദസ്സിലിരുന്ന ആർക്കും പിടികിട്ടിയില്ല. ഒരു തരത്തിലുള്ള പ്രതികരണവും സദസ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ വന്നതോടെ പരിഭാഷയിൽ പിഴവ് സംഭവിച്ചെന്ന് പ്രധാനമന്ത്രിക്ക് മനസ്സിലായി. പിന്നാലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മോദി പരിഭാഷകനോട് നിങ്ങൾ ഈ പരിഭാഷ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. തന്റെ സന്ദേശം മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ പ്രസംഗം നേരത്തെ തന്നെ എഴുതി കൊടുത്തതായിരുന്നു. പ്രധാനമന്ത്രി സ്വന്തം നിലയിൽ പറഞ്ഞ രാഷ്ട്രീയ വിമർശനമാണ് പരിഭാഷകനായ ജയകുമാറിനെ വെട്ടിലാക്കിയത്. പരിഭാഷ പാളിയെന്ന് മനസ്സിലായതോടെ സദസ്സിൽ ചിരി പടരുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വേദിയിലുണ്ടായിരുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് വിശദീകരിക്കുന്നതും കാണാം. കഴിഞ്ഞ 9 വർഷമായി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് ജയകുമാറാണ്. 2023 പ്രധാനമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രസംഗിച്ചപ്പോഴും ജയകുമാർ തന്നെയായിരുന്നു പരിഭാഷകൻ. അന്ന് മോദി ജയകുമാറിന്റെ പരിഭാഷയെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അതിനിടെ പ്രധാനമന്ത്രിയുടെ പരിഭാഷ പാളിയത് സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായിട്ടുണ്ട്. ഇതിൽ BJP നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രോട്ടോകോൾ വിഭാഗമാണ് പരിഭാഷകനെ നിശ്ചയിച്ചത്. വിവാദത്തിൽ സംഘാടകരുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ലഭ്യമായിട്ടില്ല. അതേസമയം ഓഡിയോ പ്രശ്നം മൂലമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയതിൽ പിഴവുണ്ടായതെന്നാണ് പരിഭാഷകൻ ജയകുമാർ സമ്മതിച്ചിരിക്കുന്നത്. അലയൻസ് എന്നത് എയർലൈൻസ് എന്നാണ് കേട്ടത്. പ്രസംഗത്തിന്റെ കോപ്പി നേരത്തെ കിട്ടിയിരുന്നു. എന്നാൽ പിന്നീട് ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായെന്നും ജയകുമാർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. താൻ BJP അനുകൂലിയാണ്, മോദിയുടെ വലിയ ആരാധകനാണ്, മോദിയെ അപമാനിച്ചിട്ടില്ലെന്നും ജയകുമാർ പറയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലും നിരവധി പ്രതികരണങ്ങളാണ് പരിഭാഷാ വിവാദത്തിൽ വരുന്നത്. വിവാദത്തിൽ ദുരന്ത നിവാരണ വിദഗ്ധനും എഴുത്തുകാരനുമായ മുരളി തുമ്മാരുകുടിയും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തർജിമ ഒട്ടും നിലവാരമില്ലാത്തതായിരുന്നുവെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്.